ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ബോധപൂർണിമ. ഇന്ത്യയിൽ മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. ഏത് രാജ്യം വികസിപ്പിച്ചെടുത്ത ഒരു സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് ടോമോഹോക്ക്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 2025 സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 99. ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് 5 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യമായി AI-യിൽ പ്രവർത്തിക്കുന്ന അഡ്വാൻസ്ഡ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം സജ്ജീകരിച്ച എക്സ്പ്രസ് വേ ദ്വാരക എക്സ്പ്രസ് വേ. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ എത്രാമത് വാർഷിക സമ്മേളനമാണ് 2025 ആചരിച്ചത്? 113. 2025 നടന്ന പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ ഇടം നേടിയ മലയാളി ബി. നിഖിൽ. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2025 മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് അങ്കമ്മൽ. കൗമാരക്കാരായ പെൺകുട്ടികളുടെ നൈപുണ്യ വികസനത്തിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച സംരംഭം നവ്യ. 2024 വിശിഷ്ടാംഗത്വത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായവർ KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ. 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഹേഗ്, നെതർലാൻഡ്സ്. 2025 ജൂണിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡ്. ചൈനയിലെ ക്വിങ്ദാവോയിൽ നടന്ന 2025 SCO പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിടാൻ വിസമ്മതിച്ച രാജ്യം ഇന്ത്യ. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സസ് ചെയർമാനായി രണ്ടാമത് നിയമിതനായത് രവി അഗർവാൾ. നിസാമാബാദിലെ ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്തത് അമിത് ഷാ. 2025 US ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി. 2025 ജൂലൈയിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പൽ INS തമാൽ. യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുതി വിമാനം അലിയ CX-300. ബീറ്റ ടെക്നോളജീസ് ആണ് വിമാനത്തിന്റെ നിർമ്മാതാക്കൾ. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന്റെ ചെയർമാനായി നിയമിതനായത് രവി അഗർവാൾ. കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായ വ്യക്തി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം 2025 അർഹനായ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഏത് മേഖലയിൽ പ്രസിദ്ധനാണ്? കഥകളി സംഗീതജ്ഞൻ. ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുന്ന ഓപ്പറേഷൻ ബാഷാറത്ത് അൽ-ഫത്ത. 2025 മികച്ച നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ശശിധരൻ നടുവിലിന് നേടിക്കൊടുത്ത രചന പിത്തളശലഭം. UN ചാർട്ടറിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂണിൽ ആചരിച്ചത്? 80. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമെന്ന നേട്ടം സ്വന്തമാക്കിയത് സ്മൃതി മന്ദാന. 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നം വിരാജ്.
ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂഡൽഹി. 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി കങ്കണ റണാവത്ത്. ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിച്ച പുതിയ ആപ്ലിക്കേഷൻ റെയിൽ വൺ. ആസ്ട്രോ ടൂറിസത്തെയും ശാസ്ത്രാധിഷ്ഠിത ടൂറിസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ടൂറിസം വകുപ്പ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂരുമായി സഹകരിച്ച് 2025 ലേയിൽ സംഘടിപ്പിച്ച ഫെസ്റ്റിവൽ ലഡാക്ക് ആസ്ട്രോ ടൂറിസം ഫെസ്റ്റിവൽ. പ്രോജക്ട് 17A ശ്രേണിയിലുള്ള രണ്ടാമത്തെ കപ്പൽ INS ഉദയഗിരി. ആന്ധ്രാപ്രദേശിലെ മലനിരകളുടെ പേരാണ് ഉദയഗിരി എന്ന കപ്പലിന് നൽകിയിരിക്കുന്നത്. 2025 ജൂലൈയിൽ പുതിയ കേരള പോലീസ് മേധാവിയായി നിയമിതനായത് റവാഡ A ചന്ദ്രശേഖർ. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവുവിളക്ക് പഞ്ചായത്ത് പാറളം ഗ്രാമപഞ്ചായത്ത്. ഏത് ദേശീയ സംരംഭത്തിന്റെ ബാനറിലാണ് പഞ്ചായത്തി രാജ് മന്ത്രാലയം പരിശീലകരുടെ പരിശീലന പരിപാടി ആരംഭിച്ചത്? ആസാദി കാ അമൃത് മഹോത്സവ്. 2025 ബീച്ചിലും പാർക്കിലും പുകവലി നിരോധിച്ച രാജ്യം ഫ്രാൻസ്. രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനത്തിനുള്ള പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. അടുത്തിടെ മമ്മൂട്ടി ജീവചരിത്ര പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് മമ്മൂട്ടിയുടെ ജീവചരിത്ര പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് മഹാരാജാസ് കോളേജ്. 2026 ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന ഇന്ത്യൻ വംശജൻ അനിൽ മേനോൻ. 2026 ജൂണിൽ റഷ്യയുടെ സോയൂസ് MS-29 പേടകത്തിലാണ് നാസയുടെ ശാസ്ത്രജ്ഞനായ അനിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെടുന്നത്. കേരളത്തിലെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ നേർവഴി. അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥ വഹിക്കുന്നതിനായി ചൈനയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ. ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ ധനസഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച സംസ്ഥാനം ഡൽഹി. പ്രോജക്ട് 15B ശ്രേണിയിലുള്ള നാലാമത്തെ കപ്പൽ INS സൂറത്ത്. 2025 താഷ്കെൻഡിൽ നടന്ന മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 ഇന്ത്യയുടെ സ്ഥാനം 2. 2025 ജൂലൈയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് കേശവൻ രാമചന്ദ്രൻ. അടുത്തിടെ ശക്തമായ സ്ഫോടനമുണ്ടായ സിഗാച്ചി ഫാർമ കമ്പനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തെലങ്കാന. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് കീഴടക്കിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകൻ തേഗ്ബീർ സിംഗ്. 6 വയസ്സും 9 മാസവും 4 ദിവസവും പ്രായമുള്ളപ്പോഴാണ് പഞ്ചാബിൽ നിന്നുള്ള തേഗ്ബീർ സിംഗ് കീഴടക്കിയത്. അടിയന്തരാവസ്ഥ ഇരുട്ടിന്റെ നിലവിളികൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് PS ശ്രീധരൻ പിള്ള. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മൊബൈൽ ഫോൺ വഴി വോട്ട് ചെയ്യുന്ന വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. ടെസ്റ്റിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടുന്ന ഇന്ത്യൻ ക്യാപ്റ്റനെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ശുഭ്മാൻ ഗിൽ. 2029 ലോക പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് വേദിയാകാൻ പോകുന്നത് അഹമ്മദാബാദ്. രാജ്യത്ത് ആദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം കേരള.
ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണത്തിന് സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി വയോസാന്ത്വനം. ഗ്രാമീണ ദാരിദ്ര്യം ഇല്ലാതാക്കൽ ലക്ഷ്യമിട്ടുള്ള പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഗരീബി മുക്ത് ഗാവ് യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഏറ്റവും വലിയ മെഗാ ശുചിത്വ പരിപാടി നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല നുവാപാഡ, ഒഡീഷ. ഹരിതഗൃഹ വാതകങ്ങളും ആഗോള ജലചക്രവും നിരീക്ഷിക്കുന്നതിന് വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹമായ ഗോസാറ്റ് GW വിക്ഷേപിച്ച രാജ്യം ജപ്പാൻ. കേന്ദ്ര സർക്കാർ തുടക്കമിട്ട റാം സ്കീം ഏത് മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്? സൂക്ഷ്മ, ചെറുകിട, ഇടത്തര വ്യവസായ സംരംഭങ്ങൾ. വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്ന പുസ്തകം രചിച്ചത് ദലൈ ലാമ. പ്രമുഖ വ്യവസായിയായ ഇലോൺ മസ്ക് 2025 ജൂലൈയിൽ പ്രഖ്യാപിച്ച അമേരിക്കയിലെ പുതിയ പാർട്ടി അമേരിക്ക പാർട്ടി. 2025 ജൂലൈയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട തായ്ലൻഡ് പ്രധാനമന്ത്രി പെയ്തോങ് തരൺ ഷിനവത്ര. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ ഇന്ത്യക്കാരൻ സഞ്ജോ ഗുപ്ത. വെള്ളപ്പൊക്കം സംബന്ധിച്ച മുന്നറിയിപ്പ് 2 ദിവസം മുൻപേ നൽകാൻ കഴിയുന്ന കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വെബ് അടിസ്ഥാനമാക്കിയ പ്ലാറ്റ്ഫോം സീ ഫ്ലഡ്. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാക്കി ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം നെല്ലിയാമ്പതി. പണപ്പെരുപ്പം, വ്യാവസായിക ഉൽപാദന വിവരങ്ങൾ, മൊത്തം ആഭ്യന്തര ഉൽപാദനം തുടങ്ങി ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പ് ഗോൾ സ്റ്റാർസ്. പാമ്പ് കടിയേറ്റിട്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സ്കൂളുകളിൽ കേരള വനം വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി സർപ്പപാഠം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ച കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനങ്ങൾ ജ്യോതി ഉമ. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മൊബൈൽ വോട്ടിംഗ് സംവിധാനം വിജയകരമായി ഉപയോഗിച്ച സംസ്ഥാനം ബീഹാർ. ജോർജിയയിൽ നടന്ന 8 മുതൽ 12 വയസ്സ് വരെയുള്ളവരുടെ ഫിഡെ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയ മലയാളി താരം ദിവി ബിജേഷ്. ഏഷ്യൻ യൂത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2025 സ്വർണ്ണ മെഡൽ നേടിയത് ദിവ്യാൻഷി ഭൗമിക്. വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസാക്കിയ രാജ്യം അമേരിക്ക. 2025 ജൂലൈയിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ 100 കോടി വിറ്റുവരവ് ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 4 വരെ ഖാദി ബോർഡ് നടത്തുന്ന ക്യാമ്പയിൻ എനിക്കും വേണം ഖാദി. കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബാംഗ്ലൂർ. 2025 ജൂലൈയിൽ കാറപകടത്തിൽ അന്തരിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ താരം ഡിയോഗോ ജോട്ട. ഇൻഡിഗോ എയർലൈൻസ് ഡയറക്ടറായി നിയമിതനായത് അമിതാഭ് കാന്ത്. ഘാനയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഘാന എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യക്കാരൻ നരേന്ദ്രമോദി. ഏത് മന്ത്രാലയത്തിന്റെ സംരംഭമാണ് റിക്ലെയിം ഫ്രെയിംവർക്ക്? കൽക്കരി മന്ത്രാലയം. ഗവേഷണ വികസന നവീകരണ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ വകുപ്പ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ്. 2025 നടന്ന പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം നീരജ് ചോപ്ര. 2025 അണ്ടർ 21 യൂറോ കപ്പ് കിരീട ജേതാക്കൾ ഇംഗ്ലണ്ട്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ രാജ്യം റഷ്യ.
ഡിജിറ്റൽ ഹൗസ് അഡ്രസ് പ്രോജക്റ്റ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം? ഇൻഡോർ, മധ്യപ്രദേശ്. അടുത്തിടെ കേരള ടൂറിസത്തിന്റെ പരസ്യത്തിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധവിമാനം? F-35B.